ഹായ് ഹലോ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ പ്രത്യേകതയൊന്നുമില്ല. ഇന്ന് ബുധനാഴ്ചയാണ്. ബുധനാഴ്ചക്കത്തെ ഒരു വീഡിയോസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ 2 കാര്യപരിപാടികളുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് പോണത്. രാവിലെ തന്നെ കുളിച്ചു ഒരുങ്ങി മാറ്റി പുറപ്പെട്ടിരിക്കണം കേട്ടോ. എവിടേക്കാണെന്ന് ചോദിച്ചാൽ മമ്പാടുന്ന് സ്കൂൾ ചേർത്താൻ പോകണം. അപ്പോൾ നമ്മളെ ചെറിയ കുട്ടി, നമ്മളെ കുഞ്ഞാറ്റുണ്ടല്ലോ, 8ാം ക്ലാസ്ക്കാണ് ഇനി ഉള്ളത്. അപ്പോൾ ചെറിയ കുട്ടി അറിയാനൊന്നുമില്ല, ഇപ്പോൾ വലിയ കുട്ടിയാണ്. ഹൈസ്കൂൾ പഠനത്തിലായിരിക്കണം. കുട്ടികളിപ്പോൾ എത്ര വലിയതാണെങ്കിലും നമുക്ക് ചെറുതാണല്ലോ. അപ്പോൾ അതാ ഞങ്ങൾ ചെറിയ കുട്ടി 8ാം ക്ലാസ്ക്ക് ജയിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഓളെ ചേർത്താനായിട്ട് പോയതായിരുന്നു. അങ്ങനെ ഓളെ ചേർത്താല്ല പോക്കാണ് ഇപ്പോൾ ഈ പോണത് കേട്ടോ. നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യും തന്നെയാണ് ഉറപ്പ്. അപ്പോൾ പുഴയിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. നിലമ്പൂർ ഭാഗത്ത് കൂടെ മഴ പെയ്താൽ ഉറപ്പായിട്ട് നമ്മൾ ഇതുകൂടെയൊക്കെ നല്ല പുഴയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചാലിയാർ പുഴയാണല്ലോ, ചാലിയാർ പുഴയിൽ അറിയാമല്ലോ അല്ലേ, ഇഷ്ടംപോലെ വെള്ളം വരലുണ്ട്. ആദ്യം അതുകൂടെയൊക്കെ വെള്ളം തന്നെയാണ് കേട്ടോ. അങ്ങനെ പോയി ഞങ്ങൾ സ്കൂളിലെത്തി. അവിടുത്തെ ചേർത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്കൂൾ GVHS മമ്പാട്, അതാണ് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ പേര് കേട്ടോ. നമ്മളിവിടെ ഹൈസ്കൂൾ എന്ന് പറയും. ഹൈസ്കൂൾക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താ വെച്ചാൽ ഞങ്ങളെ വീട്ടിൽ 5 ആളാണല്ലോ. ഞാൻ എൻ്റെ പുതിയാപ്പിള 3 കുട്ടികളാണുള്ളത്. 3 ആളും ഇതാ ഇവിടെ ഇപ്പോൾ പഠിച്ചിറങ്ങിയതാണ് കേട്ടോ. എന്താ മൂപ്പര് പണ്ട് പഠിച്ചതാണ്. 8, 9, 10 ഇവിടെ പഠിച്ചു. അങ്ങനെ 3 കൊല്ലം പഠിച്ചു. പിന്നെ ഞാനാണ് പഠിച്ചിട്ടുള്ളത്. ഞാനിവിടെ ഒരു 10 +1 +2 അങ്ങനെ തുല്യത എഴുതിയത് ഇവിടെ സ്കൂളിലാണ് കേട്ടോ. പിന്നെ നമ്മളെ കണ്ണന് 8, 9, 10 +1 +2 ഇവിടെയായിരുന്നു. പിന്നെ ഇതാ ഉണ്ണിമോളും കേട്ടോ. ഓളിപ്പോൾ 8, 9, 10 3 കൊല്ലേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ +1 +2ക്ക് ഓൾ മാനവേദനയിലാണ് പഠിക്കുന്നത്. ഇപ്പം അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മളെ കുഞ്ഞാറ്റേനെ കൂടി ഇവിടെ ചേർത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയും കോളം തയ്ച്ചിരിക്കണം കേട്ടോ. അങ്ങനെ 5 ആളും കൂടി നമ്മളെ ഈ ഹൈസ്കൂളിലാണ് ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ടുള്ളത്. നല്ല ഉഷാറ് സ്കൂളാണ്, അടിപൊളി സ്കൂളാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ 100% വിജയ ശതമാനമൊക്കെ ഉണ്ട് നമ്മളെ സ്കൂളിന്. പിന്നെ ഇതാ സ്പോർട്സിലും അടിപൊളിയാണ്. പന്ത് കളിയിൽ മൂപ്പര് വോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതിൽ കിട്ടുകയാണെങ്കിൽ കൊടുക്കുക. അവിടെ ഓഫീസ് റൂമിലുണ്ട് കേട്ടോ, SPCൻ്റെ റൂമിലുണ്ട്. മൂപ്പരെ ആ ഒരു 96, 97 ഒരു പന്തളിൻ്റെ ജേതാക്കളായിരുന്നു ആ ഒരു കാലത്ത്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ തിരക്കായതുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ചേർത്തിയതിലൊക്കെ കഴിഞ്ഞ് പോന്നു. ഓളെ SBCക്ക് കൂട്ടാനാണെന്ന് ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. പറഞ്ഞിട്ട് പോന്നിട്ടുണ്ട്. അങ്ങനെ ചേർത്തലും പിടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തി. അപ്പോൾ ഇത് നമ്മുടെ മീഷോക്കാരൻ വന്നിട്ട് ഇതാക്കണം ഈ സാധനം ഇവിടെ തന്നിട്ട് പോയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുടുംബക്കാരായോണ്ട് തന്നിട്ട് പോയതല്ല. ഒരു 332 റുപ്യ 35 റുപ്യ കൊടുത്തിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഇത്ര ചെറിയ കുട്ടികളൊന്നുമില്ല. നമ്മൾ അനിയത്തിൻ്റെ കുട്ടി ചെറുതാണല്ലോ. ഓളിപ്പോൾ ഇനി 3ാം ക്ലാസ്സിലേക്ക് എത്തിയ. അപ്പോൾ ഓൾക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് ഓൾ കുറേ ദിവസമായി വാങ്ങണം എന്ന് പറയുന്നു കേട്ടോ. ഒന്നും വലിയമ്മ വാങ്ങി തന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് പഠിക്കാനായിട്ട് മേശ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കട്ടിൽമേലും കൊണ്ടു കിടക്കണ മേശ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അത് ഞാനവിടെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുടിൽക്കലുണ്ട് കേട്ടോ. ഒന്ന് തൊട്ടടുത്തുള്ള നമ്മൾ അസ്മാബീൻ്റെ കുടിൽക്കലാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യം ചോറ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുടിൽക്കലിൻ്റെ വീടൊന്ന് കാണാൻ പോകാം. അന്നമാണ് ഉന്നെന്ന് പറയുന്ന ആർക്കാണ്. ഫസ്റ്റ് എല്ലാവരും ചോറ് തിന്നാനായിട്ട് പോന്നിട്ടുണ്ട്. ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചോറ് തീറ്റ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട് കാണാൻ പോകാൻ. ഒരു ഇതിൽ നന്നായതുമാണ്. എന്താണെന്ന് വെച്ചാൽ വീടൊന്നും കേട് വരൂലല്ലോ. അപ്പോൾ ചവിട്ടി ചളിയാക്കി അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടല്ല. ഓഡിറ്റോറിയം വീടായിട്ട് കുറച്ച് ദൂരം ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പത്തെ അതാണ് കണ്ടോ. ശരി, അപ്പോൾ ഒരു ബമ്പർ അടിച്ച പൊട്ടിച്ചിരിയുമായിട്ട് ഞങ്ങൾ ഇതാക്കണം കത്തി അടിച്ച് അവിടെ ഇരിക്കുക തന്നെയാണ് കേട്ടോ. പിന്നെ 3-4 പെണ്ണുങ്ങൾ കൂടിയാലും അറിയാമല്ലോ, കത്തിയാവും. അപ്പോൾ അങ്ങനെ ചുറ്റോളം നിൽക്കണ എല്ലാവരും ഞങ്ങൾ തിന്ന് കൊല വിളിച്ചിട്ടാണ് കുത്തിരിക്കണം കേട്ടോ. എല്ലാവരും കുറ്റമൊക്കെ പറഞ്ഞിട്ട് നല്ലതൊന്നും പറയലില്ല, കുറ്റം മാത്രമേ പറയലുള്ളൂ. അങ്ങനെ തന്നെയാണല്ലോ. എങ്ങനെ ഒരു പ്രായമായ ആളാണെങ്കിലും ഈ പെണ്ണുങ്ങളെ ജാതി അറിയണത് അങ്ങനെയാണ് കേട്ടോ. കുറ്റം മാത്രം നല്ല പറയണത്, നല്ലതും പറയും, അതിൻ്റെ ഇടയിൽ കൂടെ ഇതാക്കണത് ഇതൊക്കെ പറയും. അങ്ങനെ എന്തൊരു കുറ്റം ചോദിച്ചാൽ ഓല മുടി, ഡ്രസ്സ്, കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കണത് കേട്ടോ. അപ്പോൾ അതൊക്കെ രസമാണ് പറയാനായിട്ട്. നമ്മൾ വെറുതെ തമാശക്കാണ് പറഞ്ഞു ഉത്തരക്കണതൊക്കെ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേഗം കുടിൽക്കലിൻ്റെ വീട് കാണിച്ചു തരാം കേട്ടോ. അതിനാണ് പോണത്.
ചോറ് വെള്ളയിലായ സ്ഥിതിക്ക് നമുക്ക് വീടൊന്ന് കാണാൻ പോകാം കേട്ടോ. വീട് ഇതാക്കുന്ന നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതാ കൂട്ടം കെട്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വീട് കാണാനായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു നടത്തത്തിന് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. ഈ ഇടവഴി കൂടെ ഒരു ഫർലോങ് നടന്നാൽ ഇതാണ് നമ്മൾ അസ്മാബീൻ്റെ വീട് എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് ഓരോ വീട്. ഇതൊന്ന് ഫസ്റ്റത്തെ പോലെ തറവാട്ട് വീടാണ്. ഇതാണ് പോലെ പുതുക്കി പണിത വീട്. പുതുക്കിയല്ല, ഇതാക്കണം ഫസ്റ്റായിട്ട് പണിത വീടാണ്. നല്ല ഉഷാറാണ്, അടിപൊളി വീട് കേട്ടോ. കുറേ ഇല്ലായ്മയിൽ നിന്നാണ്ട് ഇങ്ങോട്ട് പൊന്തി വരുമ്പോണ്ടല്ലോ അത് രസം വേറെ തന്നെയാണ് കേട്ടോ. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരു അടിപൊളി ഒരു വീട് ഉണ്ടാക്കിയെടുത്തത് പോലെ. അപ്പോൾ ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഓരോ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നതാണ്. എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വീടിൻ്റെ പണിയും ടൈൽസ് ഇടലും അടുക്കളത്തെയും എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് വീട്ടിൽ കയറിയത്. ഏകദേശം നല്ലൊരു വീതിയും വിസ്താരം റൂമുകളൊക്കെ കുറച്ച് വലിയൊക്കെ റൂമും ഒക്കെ എല്ലാം കൊണ്ടും അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇന്നലെ എങ്ങനെയായിരുന്നു എന്നല്ല, ഇന്ന് മുതൽ പോലെ എങ്ങനെയാണെന്ന് നോക്കിയാൽ മതിയല്ലോ. ഇന്നലെ ഭയങ്കരമായിട്ട് കഷ്ടപ്പാടായിരുന്നു. ഇന്നലെ വരെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു പോലെ. എല്ലാവരും കൂടിയിട്ട് ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു കോഴിക്കൂട് പോലത്തെ ഒരു വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാക്കണ പോലെ അടിപൊളിയാണ്, ഉഷാറാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് അടിപൊളിയായിട്ടുള്ള ജീവിതം നയിക്കട്ടെ എന്നില്ലേ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പോലെ പഴയ വീട്, ചെറിയൊരു ഷീറ്റിട്ട വീടാണ്. ഇതാണ് പോലെ 5 ആളും കൂടി നിന്നത് കേട്ടോ. നമ്മളെ അസ്മാബി, ഓളെ പുതിയാപ്പിള, 3 കുട്ടികൾ, അപ്പോൾ ഓലൊക്കെ നിന്നത് ഈ ഒരു വീട്ടിലാണ്. അറിയാലോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി വലിയ വീടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ഒരു സ്ഥല പരിമിതി കാരണം ഓൾക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ട് ഒരു നല്ലൊരു വീട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പെണ്ണുങ്ങൾ പെട്ടെന്ന് വേണ്ടി ചെല്ലാൻ കേട്ടോ അടുക്കളയൊക്കെയാണല്ലോ അല്ലേ. അടുക്കള അടിപൊളിയാണ് കേട്ടോ, നല്ല ഉഷാറുണ്ട്. പിന്നെ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ അടുക്കി പൊറുക്കി വെച്ചിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, അടുക്കളയ്ക്ക് ചെല്ലാൻ ഇങ്ങനെ പിന്നെയും ചെല്ലാൻ തോന്നൂലേ. അങ്ങനത്തെ ഒരു അടുക്കളയാണ്, നല്ല വീതിയും വിസ്താരമൊക്കെ ഉള്ളൊരു അടുക്കള. അപ്പോൾ ഓക്ക് ഓടി നടന്നാണ്ട് പാചകം ചെയ്യാമല്ലോ. അപ്പോൾ ഒരു കുടിസു മുറിയിൽ നിന്ന് വലിയ വിസ്താരത്തേക്കുള്ള ഒരു അടുക്കളയ്ക്ക് വരുമ്പോണ്ടല്ലോ അത് ഭയങ്കര ഒരു സ്വർഗമായിട്ട് തോന്നൂലേ. അപ്പം ഇതാക്കണ മുക്കും മൂലയൊക്കെ അരിച്ചു പൊറുക്കിയാണ് ഞങ്ങൾ ഇതാക്കണേ. ഒപ്പത്തിനൊപ്പം ഉണ്ട് വീഡിയോ പിടിച്ചിട്ട്. വരുന്നവർ ഇവിടെ വീട് കാണാൻ വരുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. സ്വന്തക്കാരൊന്നും ഇല്ല, വീടിൻ്റെ ഉടമസ്ഥരൊന്നും ഇവിടെ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഓഡിറ്റോറിയത്തിലാണല്ലോ ആവശ്യം. അപ്പം അങ്ങനെ വരുന്നവരെ സ്വീകരിക്കാനും ഫുഡ് കൊടുക്കാനും അങ്ങനത്തെയൊക്കെ എല്ലാവരും ഈ പെരയത്തേലും എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ കാണണമെങ്കിൽ എല്ലാവർക്കും വന്ന് കാണാമെന്നുള്ള ഇതിലാണ് കേട്ടോ വന്ന്. അപ്പോൾ അങ്ങനെ വീടൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പരിപാടി ചോദിച്ചാൽ മഴ ഏതായാലും സമാധാനം കിട്ടും. മഴ ഇന്നലെ വരെ നല്ല മഴയായിരുന്നു. സമാധാനം കിട്ടും ആ ഒരു നേരത്ത് മഴ ഇല്ലാത്തത്. അങ്ങനെ ഞങ്ങൾ വീടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടും വലിയ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഉണ്ട് മുന്നിൽ നടക്കുന്നത്. അപ്പൊ ഇനിയിപ്പോൾ മക്കളെ വീഡിയോ പുറത്താണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഞാനുണ്ട് കുറച്ച് കാറ്റടിച്ചിരുന്നിട്ടോ. മാങ്ങ ചാടി കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഓടുകയാണ്. അപ്പോൾ ഈ മാങ്ങാക്കാലം ചക്കാകാലം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വെറൈറ്റി കാലമാണ്, എപ്പോഴെങ്കിലും കിട്ടുന്ന കാലമാണല്ലോ അത്. അപ്പോൾ ഈ പീടികയിലൊക്കെ വാങ്ങണ മാങ്ങൻ്റെ കാട്ടിലും അടിപൊളി രസമാണല്ലോ. അപ്പോൾ ഈ നാടൻ മാങ്ങക്കൊക്കെ നമ്മൾ നാട്ടിലുണ്ടാകണ മാങ്ങക്കൊക്കെ അടിപൊളി രസമാണ്. അപ്പോൾ അതിൻ്റെ നല്ല മധുരമാണ്, തൊലി വരെ തിന്നാൻ തോന്നും. അതും കൂടി കളയാൻ പറ്റൂല, അതേമാതിരിക്ക് നല്ല രസമുള്ളൊരു മാങ്ങയാണ്. അപ്പോൾ അത് പൊറുക്കാനായിട്ടാണ് ഞങ്ങൾ രണ്ടാളും ഓട്ടം ഓടിയത്. അപ്പോൾ ഇതിന് ഈ കാണുന്നതൊക്കെ മക്കളെടുത്ത വീഡിയോ, നമ്മളെ വൈകി എടുത്ത വീഡിയോ ആണ്. വൈകിയാണ് കൂടുതലൊക്കെ വീഡിയോ എടുത്തത്. ഞാൻ കണ്ടു ഗൈസ്. അപ്പോൾ ഞാൻ പിന്നീട് വർത്താൻ ഞാൻ നോക്കി ഗൈസ്. അപ്പോൾ എന്നെ കണ്ട് ഇങ്ങനെ ഗൈസ് ക്യൂട്ട്നെസ് കാര്യം അറിയാണ് ഗൈസ്. അഫ്യാന് പെണ്ണുങ്ങൾ പിന്നിൽ ക്യൂട്ട്നെസ് ഇങ്ങനെ കാര്യം അറിയാനാണ്. എന്താ ഫാനെ ഓല കട്ടി കേട്ടോ. ഗൈസ് എനിക്ക് വയറുവേദനയാണ് ഗൈസ്. ഞാൻ ബിരിയാണി നല്ല ഗുമ്മ കയറ്റിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. കോഴി ക്യാമറ മുന്നിൽ ഇഷ്ടമില്ല. ഇവരെല്ലാവരും മാങ്ങ പെറുക്കുകളാണ്, അണ്ടി പെണ്ണുങ്ങൾ.
വീഡിയോ എടുക്കി കയ്യിലേ കാട്ടിയതാണ്. അമ്മ എനിക്കൊന്നും ചാണകത്ത് ചവിട്ടാൻ നിൽക്കട്ടെ. ചാണകം വൈകി മാങ്ങന അങ്ങനെ ഇതാക്കാൻ പാടില്ല. ചവിട്ടിയിട്ടില്ല. രണ്ട് മണ്ടത്തിയാളായിക്കൂടെ ഒരു പേടിയില്ല. അതന്നെ ഞങ്ങളില്ല ധൈര്യത്തിന് പോന്നു, നിങ്ങൾ ഞാനില്ല ധൈര്യത്തിൽ പോന്നു. ഓ നിച്ചുട്ടൻ രണ്ട് പേടികൾ അതിൽ നടന്നു വരുന്നുണ്ട്. അങ്ങനെ 3, 3:30, 4, 4:30 ആയപ്പോൾ നല്ല മഴ വന്നിട്ട് നല്ല കാറ്റും നല്ല മഴയുണ്ടായിരുന്നു, നല്ല ഉഷാറ മഴയുണ്ടായിരുന്നു. അങ്ങനെ വണ്ടീനെ ഇതാക്കണം, നമ്മളെ ഷെഡ് കയറ്റാനുള്ള പരിപാടി കേട്ടോ. അത് ആകപ്പാടെ നനഞ്ഞ് കേട് വരുമല്ലോ. അപ്പോൾ മൂപ്പരാണ് വണ്ടി എടുക്കണ ആള്. അതിൻ്റെ ഇടയിൽ അനിയത്തിക്ക് എൻ്റെ കുട്ടിക്ക് ഒരു സാധനം വന്നില്ല, നമ്മൾ ടേബിൾ വന്നില്ല, സ്റ്റഡി ടേബിൾ വന്നിട്ടില്ലായിരുന്നോ. അപ്പോൾ അതും കൂടി കൊണ്ടു കൊടുക്കണം. അപ്പോൾ മക്കളെല്ലാവരും കൂടിയിട്ട് അത് കൊണ്ടു കൊടുക്കാനായിട്ട് പോകുകയാണ്. ഞാൻ ഇനിയിപ്പോൾ ഏതായാലും എങ്ങോട്ടും പോകണമെന്നില്ല, ഞാൻ അവിടെ വന്ന് ഇരിക്കുക തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ കിട്ടിയ മാങ്ങയൊക്കെ തിന്നാണ്ട് ഇവിടെ ഇരിക്കട്ടെ. ഭയങ്കര മഴ പറഞ്ഞാൽ നല്ല മഴ ഉണ്ട്. അപ്പോൾ മൂപ്പര് വണ്ടി എടുക്കാണ്ട്, മൂപ്പര് വണ്ടി പഠിക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ കണ്ണനാണ് ഇപ്പോൾ ഇതുവരെ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കണത്. ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് ഓനാണ് ഓട്ടുന്നത്. മൂപ്പര് ഇങ്ങനെ അതിൻ്റെ ഒരു എയിമായിട്ട് വരുന്നേ ഉള്ളൂ, പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. പഠിച്ചാൽ സുഖമാണ്, അടിപൊളി വേഗം എളുപ്പമുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഏതായാലും ഇവലൊക്കെ പഠിത്തം കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു ഓട്ടോറിക്ഷ പഠിക്കാനായിട്ട്. ഇതുവരെ സ്കൂട്ടി പഠിക്കാനായിരുന്നു പൂതി. ഇനിയിപ്പോൾ അതോ ഒഴിവാക്കി ഇനിയിപ്പോൾ ഓട്ടോറിക്ഷ പഠിക്കുന്നത്. അപ്പോൾ വണ്ടീൻ്റെ അടവൊക്കെ കഴിഞ്ഞ് വണ്ടി നമ്മളെ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് കുറച്ച് മിനുക്ക് പളികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പണി ചെയ്ത് തീർത്തു. ഇനി 2 ഭാഗത്ത് ഷീറ്റ് ഇടാനുണ്ട് കേട്ടോ. ഈ മഴ ചീറ്റിലടിക്കുന്നതിന് ഓട്ടോറിക്ഷേൻ്റെ 2 ഭാഗത്ത് ഷീറ്റ് ഇടാനുണ്ട്. അങ്ങനെ അല്ലറ ചില്ലറ പണികൾ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ ഇതാ മാങ്ങ തിന്നുന്നുണ്ട്. ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നല്ലോ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഉപ്പിലിട്ടതായിരുന്നു, അതൊക്കെ എടുത്ത് തിന്നു. അപ്പോൾ അങ്ങനെ മക്കളും തന്നെ നല്ല ജോലി അടിച്ചിരിക്കുകയാണ്. ഓൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് കൊത്തി കുറിക്കാൻ വേണം. ഈ മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. കൂടുതലായിട്ട് ഞാൻ വലിച്ചു നീട്ടേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിൽ കൂടെയൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സേഫ് ആണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മണ്ടി പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ നീക്കിയിട്ട് ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. എന്നാലാണ് ഞാൻ പുതിയതായിട്ട് വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഏതായാലും ബൈ.